ആദ്യം ഇവൾ എന്റെ മകളെ തല്ലിയതിന് സമാധാനം പറയട്ടെ. എന്തോന്ന് സമാധാനം പറയാൻ? ഞാൻ അടിച്ചു, അവള് കൊണ്ടു. നീ എന്റെ മകളോട് മാപ്പ് പറഞ്ഞിട്ട് ഈ വീട്ടിൽ കേറിയാ മതി. ആ കോപ്പ് പറയും. ദേ ഇവളെന്നെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലിയതിന് ഇവക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പഴാ ഞാൻ ഇവളോട് മാപ്പ് പറയാൻ പോകുന്നത്. നീ എന്നെ തല്ലുവോ? എങ്കിലും അവധിക്ക് വെക്കണ്ട, ഇപ്പൊ തല്ലടി. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തല്ലേ, ഞാനൊന്ന് കാണട്ടെ. ദേ നീ വല്ലാതെ എന്നെ കയറി പ്രലോഭിപ്പിക്കരുത്. ദേ ശരിക്കും എന്റെ കയ്യിൽ നിന്ന് കിട്ടുവേ. നീ എന്റെ കൊച്ചിന്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്ക്, നിന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. നീലിമേ, എന്തിനാ ആവശ്യമില്ലാതൊരു വഴക്ക്? പിന്നെ അല്ലാതെ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ വർത്താനം കേട്ടില്ലേ? പിന്നെ എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഓഫീസിൽ വെച്ച് ഇവര് തമ്മിൽ പ്രശ്നമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. ഇനി അത് മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണ്ട. ശരി. നാളെ മുതൽ ഓഫീസില് ഐശ്വര്യയും അനസൂയയും അവരവരുടെ ജോലി ചെയ്താ മതി. അതെ, അത് വേണ്ട. എന്റെ ഭാര്യയെ അത്രയും പേരുടെ മുന്നിട്ട് തല്ലിയ ഇവള് ഇനി ഓഫീസിൽ വരണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ അതെ, ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. അമ്മ ഇന്നാളൊരു ദിവസേ ഞാനൊരു കിഴങ്ങനാണെന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ അങ്ങ് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിൽ ഇവൾ അവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഇവൾക്ക് എന്ത് തേങ്ങ അറിയാം ഓഫീസിനെ കുറിച്ച്? വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. ഒന്ന് പോടോ. അവളെ വിട് ഭദ്രേട്ടാ. എന്റെ മോനെന്ന് പറയുന്നവൻ നിൽക്കുന്നത് കണ്ടില്ലേ? അവന്റെ കോലം കണ്ടില്ലേ? വേണ്ട, നീ ഈ കോലത്തിൽ വന്നിട്ടും നിന്നെ ഞാൻ തല്ലാത്തതും പിടിച്ചിറക്കി ഇവിടുന്ന് വിടാത്തതും നിന്റെ അമ്മയുടെ കഴിവുകേടായിട്ട് കാണരുത് നീ. ഈ നിൽക്കുന്ന ഇവള് കാരണം നീ അടി മേടിക്കണ്ടെങ്കിൽ മര്യാദക്ക് അകത്ത് കേറിപ്പോ. ഞാനാ? ബാക്കിയൊക്കെ നിനക്ക് ബോധം വന്നിട്ട് സംസാരിക്കാം. അയ്യോ വിടറാ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഐശ്വര്യ വാടാർലിംഗ്, നടന്നോ, നടക്ക്. ഈ വീട്ടിലെ ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊക്കെ കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. നീ ഒറ്റ ഒരുത്തി. എന്ത് കാണാൻ എവിടെ നിൽക്കുന്നേ? കേറിപ്പോ.